പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമുദിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. വളരെ മോശമായി അത് മൈക്കിൽ വിളിച്ചു പറയാൻ വർഗീയത സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി സ്വകാര്യം വീടുകൾ പറയുകയായിരുന്നു. എന്നാൽ പരസ്യമായി മൈക്കിലൂടെ ഇത് മുസ്ലിം കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി വർഗീയത ആളിക്കത്തിക്കുന്നു. ഷാഫി പറമ്പിന് വടകര മത്സരിച്ചപ്പോൾ കാഫിർ പ്രശ്നം രാജ്യത്തങ്ങോളം അധികരിക്കുകയുണ്ടായി. ആ കാഫിർ പ്രശ്നത്തിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ അന്ന് DIG വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ആളുകളെ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ തരാൻ ശരിയില്ല എന്ന് ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മറച്ചുവെച്ചു. അതേപോലെ തന്നെ പേരാമ്പ്ര ഇപ്പോൾ നടത്തുന്നത് ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ ചരിത്രപരമായ രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തോന്നിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നഗ്നമായ വർഗീയത ആളിക്കത്തിക്കുന്നു. നമുക്കറിയാം, പണ്ട് കാലത്ത് CH കണാരൻ നാദാപുരത്ത് മത്സരിച്ചപ്പോൾ അന്ന് ഐക്യജനാധിപത്യം ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അവസാന ഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി കണാരൻ ചെക്കന് വോട്ടില്ല, യൂത്ത് ലീഗ് എന്ന മുദ്രാവാക്യം എഴുതി, യൂത്ത് കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ബോഡി വെച്ചു, കണാരൻ ചെക്കന് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ വർഗീയത മാർക്സിസ്റ്റ് പാർട്ടി RSSനേക്കാളും വലിയ വർഗീയ പാർട്ടിയാണ്. അതേപോലെ സമീർ C. മുഹമ്മദ് പേരാമ്പ്രയിൽ നിന്ന് ചേരുകയാണ്. സമീർ, ഇതിപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഇങ്ങനെ, LDF ഇങ്ങനെ ഈ വാഹനത്തിൽ മൈക്ക് കെട്ടിവെച്ച് ഈ തരത്തിൽ തെഹ്ലിയ പ്രചാരണം നടത്തി, അല്ലെങ്കിൽ തെഹ്ലിയയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തിയെന്ന് ഇങ്ങനെ പറയുന്നത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം തന്നെ UDF ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് ഇപ്പോൾ? മഹേഷ്, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല LDF ഇത്തരമൊരു ആക്ഷേപം ഉന്നയിക്കുന്നത്. സ്വകാര്യമായി മുസ്ലിം ലീഗ് നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഇത്തരമൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നുള്ള ആരോപണമാണ് CPI മുന്നോട്ട് വെക്കുന്നത്, LDF മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ വോട്ട് നമ്മുടെ കൗമിൽപ്പെട്ട കുട്ടിക്ക് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രചാരണം നടത്തുന്നത് എന്നാണ് CPIM ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൈക്ക് അനൗൺസ്മെന്റ് ആണ് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പരാതി ഉയരുകയും ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നിയമ നടപടിയുമായിട്ട് UDF മുന്നോട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ പേരാമ്പ്ര പോലീസിലും ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവിലേക്കാണ് LDFന്റെ ഇത്തരമൊരു പരാമർശം എത്തിക്കുക എന്നുള്ള അത്തരമൊരു കാര്യം കൂടി UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, വർഗീയത പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റുന്നത് അത് നാട്ടിൽ നിലനിൽക്കും, അത് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുമെന്ന കാര്യം കൂടി പരാതിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ വിഷയമാണ് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട്. ഷാഫി പറമ്പിൽ വോട്ട് തേടിയ ആ വേളയിലായിരുന്നു ഇത്തരമൊരു പരാതി ഉയരുകയും ആ പരാതി പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ അതിന്റെ ഏറ്റവും ഒടുവിൽ അത് പ്രചരിപ്പിച്ചതും LDFന്റെ പ്രവർത്തകരായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് DYFI നേതാവിന്റെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അതിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് UDFനെതിരെയായിരുന്നു. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യമാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവങ്ങളുടെ പിന്നിലെല്ലാം തന്നെ CPIM ആണ്, LDF ആണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന, വലിയ രീതിയിൽ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ഒരു പരാമർശം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സമുദായം പറഞ്ഞുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് LDF UDFനെതിരെ ആരോപിക്കുന്നത്. ഫാത്തിമ തെഹ്ലിയ എന്ന UDF സ്ഥാനാർത്ഥിക്ക് അതുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ അണിയറയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലാണ് എന്നാണ് LDF ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾ അത്തരത്തിലുള്ള ഒരു ആ വിധത്തിലുള്ള ഒരു പ്രചാരണം നടത്തുന്നില്ല എന്നും ഇപ്പോൾ LDF തങ്ങൾക്കെതിരെ ആരോപിക്കുന്നത് കള്ളപ്രചാരണമാണ് എന്നുമാണ് UDF ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിരിക്കുന്നത്. ഇത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. മഹേഷ്.